അനൂപ് തൊടുത്തുവിട്ട 69 ശരങ്ങളാണെന്നാണ് ഞാൻ ഈ കവിതകളെ മനസ്സിലാക്കുന്നത്. അത് ഭയങ്കര ഒബ്സർവേഷൻ ആണ്. കാരണം ആ ഫസ്റ്റ് ടൈമാണ് എനിക്ക് അങ്ങനത്തെ റീഡിങ് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോ ChatGPT ആയിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, കാമുകിനെ പോലെ സംസാരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. നിങ്ങളുടെ പ്രശ്നങ്ങളും അതിന് സൊല്യൂഷൻസ് ഒക്കെ തന്നുകൊണ്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവുന്നു. വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചല്ലേ എന്തുകൊണ്ടാണ് കഥകൾ എഴുതാത്തത്. ഞാനൊരു നോവൽ എഴുതുണ്ടോ, കാരണം എൻ്റെ ഒരു സ്വപ്നമാണത്. തീർച്ചയായിട്ടും ഒരാളുടെ കമന്റ് ഈ രീതിയിലായിരുന്നു, അതായത് എഴുത്ത് നിർത്തിപ്പോ ഞാൻ ഈ പുസ്തകം വീട്ടിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ അത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു സംഗതി അല്ലാതെ ഞാൻ തന്നെ ആദ്യം ചെയ്യണമല്ലോ. താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്. ഞാൻ ഈ പ്രോഗ്രാമിനെ ഞാനൊരു പേര് ആലോചിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു പേരെന്താന്ന് വെച്ചാല് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നാണ്. ബിറ്റ്വീൻ ദ ലൈൻസ് കാരണം നമ്മൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഗോയിങ് ടു സ്പീക്ക് ബിറ്റ്വീൻ ദ ലൈൻസ്. ഓക്കെ. പിന്നെ എൻ്റെ പേടി ഒന്നുകൂടി കൂടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ പരിപാടിയെ കുറിച്ചൊരു സുഹൃത്തിനോട് സംസാരിച്ചു. ഇങ്ങനെ അനൂപുമായിട്ട് സംസാരിക്കാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ അനൂപിനെ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ഒരാളാണ്. നമ്മൾ ഈ ഗുരു സങ്കല്പത്തിനൊക്കെ പൊളിച്ചു കളയുന്ന മനുഷ്യന്മാരാ. അങ്ങനെ ഒരു ഗുരു ഒന്നും ഇല്ല. എന്നോട് പറഞ്ഞ വെച്ചാല് അനൂപിനോട് സംസാരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണമല്ലോ എന്നാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാനാണെങ്കിൽ ഒരു നോൺ സ്റ്റോപ്പ് നോൺസെൻസിന്റെ ആളാണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാന്നില്ലാണ്. മേ ബി ഒരു ഹൈബ്രിഡ് മോഡലിൽ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലേ? അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം, ഞാൻ അനൂപിനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണ്. അപ്പൊ അന്ന് അനൂപ് ഒരു കവിയാണെന്ന് എനിക്കറിയില്ല. ഒരു കവിതയുടെ നാടകാവിഷ്കാരം അനൂപ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കുറെ കവിതകളുണ്ട്. അതിൽ ഒരു കവിത അനൂപം ഷാബു ഡയറക്ട് ചെയ്ത്. ഞാൻ അന്ന് ഫോട്ടോ എടുക്കുക. അതെ, ഫോട്ടോ എടുത്തതിൽ അനൂപിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാനത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അനൂപിനെ കാണിക്കുന്നത്. അപ്പൊ എന്റെ ഒരു സ്വഭാവം അതാണ്. പിന്നീടാണ് അനൂപ് ഒരു കവിയാണ്, എഴുത്തുകാരനാണ്, പിന്നെ കവിത നന്നായി ചൊല്ലുന്ന ആളാണ്, കവിത പെർഫോം ചെയ്യുന്ന ആളാണ്, പെർഫോമർ ആണെന്നൊക്കെ അറിയുന്നു. പിന്നെ നമ്മൾ പ്രൊഫഷണലി വി ഓൾസോ മാറ്റ് വൺസ് അല്ലെ. പിന്നെ സെയിൽസ് ആണ് പ്രൊഫഷൻ. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. സോ ഐ വോണ്ട് ടു നോ വാട്ട് ഈസ് അനൂപ് ചന്ദ്രൻ അക്കോർഡിംഗ് ടു അനൂപ് ചന്ദ്രൻ. ഇല്ലെന്നേ, ഇപ്പൊ നിങ്ങള് എന്ത് മനസ്സിലാക്കുന്നു അതൊക്കെ തന്നെയാണ് ഞാനെന്നുള്ളത്. ഇപ്പൊ അതില് കൂടുതൽ ആഡ് ചെയ്യേണ്ട. ഇപ്പൊ ഞാൻ പറയാം, നേരത്തെ മനോജ് പറഞ്ഞ സംഭവം തന്നെ വലിയൊരു പ്രശ്നമാണ്. കാരണം അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല ഞാൻ. അത് വെറുതെ തോന്നൽ മാത്രമാണ്. ഓക്കെ, നമ്മള് ചില നിലപാടുകളിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണുന്നതിൽ വളരെ ഗൗരവമായിട്ട് കാണാറുണ്ട്. പക്ഷെ ജീവിതത്തിന് ഞാൻ ഭയങ്കരമായിട്ട് ഗൗരവമായിട്ടൊന്നും സമീപിക്കാറില്ല. എനിക്കത്ര അത് ഒരു ഗൗരവമുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം വളരെ ഫ്രജൈലാണ് ലൈഫ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു സാധനം. അപ്പൊ അത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് കാണുന്ന ഒരു പരിപാടിയല്ല. പക്ഷെ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതാണല്ലോ നമ്മളൊക്കെ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. ഒരു നിമിഷം കടന്നു പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി. എന്നുള്ളത് നമ്മളെപ്പോഴും ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള ചലഞ്ചസ്. അതിൽ പൊളിറ്റിക്കൽ ചലഞ്ചസ് ഉണ്ടായിരിക്കാം, എക്കണോമിക്സ് ഉണ്ടായിരിക്കാം, ലോകത്ത് സംഭവിക്കുന്ന സകല മാറ്റങ്ങളും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ സ്പേസിലാവുമ്പോൾ അത് ചെറിയൊരു ഒരു തൂവൽ ഇളകുന്നത് പോലും നമ്മളെ ബാധിക്കും. കാരണം നമ്മളിവിടെ ഒരു വളരെ ടെമ്പററി പീപ്പിൾ, ഇദ്ദേഹം പറഞ്ഞ പോലെ, ദീപക് ഉണ്ണികൃഷ്ണൻ പറയുന്ന പോലെ ടെമ്പററി പീപ്പിൾ ആണ്. അപ്പൊ ആ ടെമ്പററി പീപ്പിൾ ആണ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ഇപ്പൊ മനോജ് അതേ ഒരു സ്പേസ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൂടുതലൊന്നും ഇപ്പൊ എന്നെ കുറിച്ച് പറയേണ്ടതായിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന അതേ സാധനം
ഡിഫറെന്റ് തീവ്രതകൾ അതിന്റെ ഒരു ഇന്റൻസിറ്റി മാത്രം മാറുന്നു. ഞാനും കാണുന്ന അങ്ങനെയാണ്. ഇന്ന് എന്താ പറയാ, ജീവിതം എന്ന് പറയുന്നത് തന്നെ സോൾവ് ദ പ്രോബ്ലം ഓഫ് ടുഡേ എന്നുള്ളത് മാത്രമാണ്. നാളെ എന്താണെന്നുള്ളത് നമുക്ക് തീരെ അറിയില്ല. ഞാനത് എന്താ പറയുക, ഇപ്പൊ നമ്മളിപ്പോ മനോജും സെയിൽസ് പേഴ്സൺ ആണ്, ഞാനും സെയിൽസ് ആണ്. ഇപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ കവിതയും കലയും ഒക്കെ ബന്ധപ്പെട്ട് പോകുന്ന ഒരാൾ എങ്ങനെയാണ് ഈ സെയിൽസിൽ ആകുന്നത് എന്നുള്ളത്. അപ്പൊ ഭയങ്കര റോങ് പെർസെപ്ഷൻ ആണ്. ഒന്ന് സെയിൽസ്മാനെ കുറിച്ചുള്ളൊരു ഏറ്റവും വലിയ അബദ്ധധാരണ എന്ന് പറയുന്നത് അയാൾ എപ്പോഴും നുണ പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞാൽ തരീകണ മനുഷ്യനാണെന്നല്ല. ഒരിക്കലും അല്ല, അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു സെയിൽസ് പേഴ്സണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെയിൽസ് പേഴ്സൺ ഞാൻ ഭയങ്കര കാണുന്ന ഭയങ്കര ഒരു സന്യാസിയൊക്കെ പോലത്തെ ഒരു ആളാണ്. കാരണം അയാള് എല്ലാ കാഴ്ചറക്കങ്ങളിലും അക്ഷോഭ്യനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളേണ്ട ഒരാളാ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത്. കാരണം സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസിന്റെ ഒരു ഇടമാണ്. അവിടെ നിങ്ങൾ അക്ഷോഭ്യനായി ഏറ്റവും പ്രസന്നമായിട്ട് ഏറ്റവും ലൈഫിനെ ഫുള്ളായി എടുത്തുകൊണ്ടുള്ള ഒരു വളരെ ജോവ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് സെയിൽസിൽ പ്രൊജക്ട് ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് സെയിൽസിൽ വർക്ക് ചെയ്യുന്നിടത്തോളം വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ കാണുന്നു. ഞാൻ സംസാരിക്കാറുള്ളത് ഇപ്പൊ ഒരു കസ്റ്റമർ അടുത്ത് പോയാൽ സെയിൽസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുക വളരെ കുറവാണ്. ഞാൻ മൊത്തം മറ്റു ചില കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുക. ഐ ബിലീവ് ഇൻ പീപ്പിൾ. കാരണം ഒരു മനുഷ്യന് അടുത്ത് മറ്റൊരു മനുഷ്യൻ എന്തൊക്കെ സംസാരിക്കുന്നു ആ രീതിയിലുള്ള കുറെ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. പക്ഷെ അതുപോലെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ സെയിൽസ് ഒരു അക്കങ്ങളുടെ ഒരു വലിയൊരു കളികളുള്ള ഒരു സ്ഥലമാണ്. നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളെ തീരുമാനിക്കുന്നത്, നിങ്ങളെ അളക്കുന്നത്, നിങ്ങളെ വിലയിരുത്തുന്നത് മുഴുവൻ അക്കങ്ങൾ വെച്ചുകൊണ്ടാണ്. അതൊരു ഫിഗർ മാത്രമാണ്. ബോട്ടം ലൈൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ മാത്രമാണ് നിങ്ങൾ എല്ലാ രീതിയിലും അളന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാള് കവിത എഴുതുന്നു അല്ലെങ്കിൽ സാഹിത്യത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാനത് ഭയങ്കര ആ ഒരു ചലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത്രയും എപ്പോഴും നിങ്ങൾക്ക് അസ്വസ്ഥമാക്കപ്പെടുന്ന, എപ്പോഴും പ്രശ്നങ്ങളുള്ള ഒരു സ്പേസ് ആണ് സെയിൽസിന്റെ. അല്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. എപ്പോഴും ഇന്ന് നാളെ എന്തെന്ന് പറയാൻ പറ്റില്ല. ഇന്നിനെ കുറിച്ച് ഇന്നിൽ തന്നെ നിന്ന് പോകുന്ന, ഇന്നിൽ നിൽക്കുക എന്നുള്ളതാണ് സെയിൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ തോന്നുന്നത്. ഞാനും ഒരു വർഷം മുമ്പ് വരെ ഞാനും ഒരു സെയിൽസ് ഫീൽഡിൽ ജോലി ചെയ്ത. ഇപ്പോഴാണ് ഓപ്പറേഷൻസിലേക്ക് വരുന്നത്. സെയിൽസിന് അറ്റ്ലീസ്റ്റ് അപ്രീസിയേഷൻ ഉണ്ട്. ഓപ്പറേഷൻ ഇസ് ഓൾവേസ് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതെ, ഈ സെയിൽസിന്റെ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. തീർച്ചയായിട്ടും അതെ. ഇപ്പൊ നിങ്ങൾ ഒരു മാസം നന്നായി പെർഫോം ചെയ്തു, അടുത്ത മാസം നിങ്ങൾ പെർഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ലോകത്തെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ സെയിൽസിനെ ബാധിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ പ്രശ്നമാണ്. ഇതെന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളൊരു റൈറ്റർ ആയിരിക്കുമ്പോഴും ഉണ്ടാവേണ്ടത്. ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തന്റെ പ്രശ്നം തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അയാൾ വളരെ പൊളിറ്റിക്കൽ ആവുന്നതും. ഈ നമ്മൾ പറയില്ലേ, എംപത്തി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പീക്ക് എന്ന് പറയുന്നത് ആണ് എഴുത്തുകാരൻ ആർജിക്കേണ്ടത് തോന്നുന്നു. ലോകത്ത് എവിടെ നടക്കുമ്പോഴും. കുട്ടിക്കാലം മുതൽ പഠിക്കുന്ന സമയം മുതൽ കോളേജില് ഒക്കെ എഴുതിയിട്ടുണ്ടോ, അല്ലെ എപ്പോഴാണ്? ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലർക്കും ചിലപ്പോൾ അത്ഭുതമൊക്കെ ആയിട്ട് തോന്നാം. കാരണം എന്റെ വീട്ടിൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു എഴുത്തിന്റെ യാതൊരു പാരമ്പര്യം ഇല്ലാത്തൊരു വീട്ടിലാണ്. ഒരു പുസ്തകം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കവിതയായിട്ടൊരു കണക്ഷൻ വരുന്നത് പറഞ്ഞാൽ കവിതയായിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. 4ലെറ്റ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കടമനിട്ട രാമകൃഷ്ണന്, ഡി വിനേന്ദ്രന്, ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഇവരുടെ കവിതകള് ഞാൻ കേൾക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പുതിയ അനുഭവം. ശാന്തിയൊക്കെ ഞാന് അതായത് എന്റെ ഞങ്ങളെ വീട് താമസിച്ചിരുന്ന പട്ടാമ്പിയിലായിരുന്നു. അതിന്റെ അപ്പുറത്തൊരു വാടകക്കാർ വരുന്നു. അങ്ങനെ ആ വാടകക്കാരിൽ ഒരാൾ ഭയങ്കര കവിത വരുന്ന ഒരാളായിരുന്നു. അപ്പൊ അയാൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കേരളീയ യുവജനവേദിയിലൊക്കെ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. പട്ടാമ്പിയിൽ ഒരു ടീം ഉണ്ടായിരുന്നു. അതിലൊരു അദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മൾ സുന്ദരേട്ടെന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മൂപ്പര് ഇങ്ങനെ ഈ ബാഗൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ബാഗ്, സോഫയൊക്കെ. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രാത്രിയൊക്കെ ഇദ്ദേഹം ഈ ഗസലൊക്കെ ചൊല്ലുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ
ഭയങ്കര അത്ഭുതമായിരുന്നു. അത് ഭയങ്കര മനോഹരമായിട്ട് ചൊല്ലുന്നു, കുറത്തി ചൊല്ലുന്നു, കിരാതവൃത്തം, കടമനിട്ട ശാന്ത. അപ്പൊ ശാന്ത എന്നുള്ള എന്റെ അമ്മയുടെ പേര് കൂടി ആയതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് അപ്പൊ അദ്ദേഹം ഇങ്ങനെ കളിയാക്കിയിട്ട് അവന്റെ അമ്മേനെ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാനിത് കേട്ടാണ് ഞാൻ ഹൃദിസ്ഥമാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അത്രയും ഭയങ്കര ഇന്റൻസീവ് ആയിട്ട് ചൊല്ലുന്ന ഒരാളായിരുന്നു. അപ്പൊ അവിടുന്നൊക്കെയാണ് ഈ ഗസലും ബാലചന്ദ്ര ചുള്ളിക്കാട് എന്നൊക്കെ പറഞ്ഞൊരു കവി ഉണ്ടെന്നും, കുറത്തി, കടമനിട്ട രാമകൃഷ്ണന്റെ കുറത്തി, അപ്പൊ അത് ഭയങ്കര റിത്തമിക് ആയിട്ടുള്ള കവിതകളാണ്. എനിക്കിപ്പോഴും അങ്ങനെ ശാന്തയിലത്തൊക്കെ ചില വരികളൊക്കെ അന്നേ നമ്മളുടെ ഉള്ളിൽ തറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇദ്ദേഹമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദത്തിലാവുകയും രാത്രികളിൽ മുഴുവൻ ഇങ്ങനെ അദ്ദേഹം നമുക്ക് കവിതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന. പിന്നീട് ആ 2 വർഷത്തിന് ശേഷം ഞാൻ അവിടുന്ന് മാറുകയാണ്. പിന്നെ ഞാൻ കവിതയിൽ അങ്ങനെ എന്താ പറയാ, അതെന്റെ ഒരു ഭാഗമൊന്നും ആയതില്ല. ഞാൻ പിന്നെ ടെക്നിക്കൽ സ്കൂളിലൊക്കെ പഠിച്ച് അങ്ങനെ അങ്ങനെ പിന്നെ വീണ്ടും കേരളവർമ്മ കോളേജിൽ വരുമ്പോഴാണ് അതിനെ വീണ്ടും പൊടി തട്ടിയിരുന്നത്. പക്ഷെ റീഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഞാൻ വളരെ റീഡറായിരുന്നു. ഭയങ്കര ഒരു പുസ്തകമൊക്കെ ഒരു മുക്കിലിരുന്ന് വായിച്ച് തീർക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അത് പിന്നെ കണ്ടിന്യൂ ചെയ്തു. 10ാം ക്ലാസ്സിന്റെ ഒക്കെ വെക്കേഷനിലൊക്കെയാണ് ഞാൻ പിന്നെ ഗസാക്കൊക്കെ വായിക്കുന്നത് ആ ഒരു വെക്കേഷനിലായിരുന്നു. അപ്പൊ 2 മാസത്തിന്റെ ഉള്ളിൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ആ സമയത്ത് വായിച്ചു തീർക്കണമെന്ന് വാശിയോട് കൂടിയിട്ട് വായിച്ചിട്ടുള്ള ആളാണ്. ഇതൊക്കെ പറയുമ്പോ ചിലർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഒരു തള്ളിച്ചായിട്ട് തോന്നും. പക്ഷെ ഈ ആൾക്കൂട്ടൊക്കെ ഞാൻ വായിക്കുന്നത് ആ വെക്കേഷനിലാണ്. എന്നാൽ എനിക്ക് ആൾക്കൂട്ടം മനസ്സിലായിരുന്നു ആ സമയത്ത് വായിക്കുമ്പോൾ. എന്നെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ച ഒരു പുസ്തകം ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തിന് മുമ്പുള്ള ഒരു ഞാനല്ലായിരുന്നു ആൾക്കൂട്ടം വായിച്ചതിന് ശേഷമുള്ള ഒരു ഞാൻ. കാരണം അത് എനിക്ക് അത്രയധികം എന്നെ ബാധിച്ച ഒരു നോവലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വീടിന്റെ മുറിയുടെ ഉള്ളിൽ പുറത്ത് കടക്കാതെ അടച്ചിരുന്ന് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു ആൾക്കൂട്ടം എന്നത്. അതായത് കാലത്ത് പഠിക്കുന്നത് പോലെ കയറിയിരിക്കുകയും പിന്നീട് ഊണ് കഴിക്കാൻ പുറത്തു വരികയും ഇത് വീണ്ടും വായിക്കുകയും അങ്ങനെയുള്ള വായിച്ചു തീർത്തൊരു പുസ്തകമായിരുന്നു അത്. ഞാൻ ആ സമയത്ത് ആ പുസ്തകത്തിൽ ഡയലോഗുകളൊക്കെ അവര് അതിൽ സുനിലും ജോസഫും പ്രേമും സുന്ദറും, ഞാൻ ഒറ്റവട്ടം അത് വായിച്ചിട്ടുള്ളൂ ആ പുസ്തകം. പക്ഷെ എനിക്കത് ഭയങ്കര എന്നെ ബാധിച്ച ഒരു പുസ്തകം അത്. അപ്പൊ ആ പുസ്തകങ്ങൾ ഡയലോഗുകളും സാധനങ്ങളും പിന്നെ ഓരോ വ്യക്തിയിലും ഞാൻ സുനിലിനെയും ജോസഫിനെയും കാണാൻ കണ്ടുമുട്ടിയിരുന്നു ചിലരിലൊക്കെ ചില സമയങ്ങളിലൊക്കെ. പിന്നെ കേരളോർമ്മയുടെ ഒരു കാലത്തായിരുന്നു കവിതയിലേക്ക് ഇടപെട്ടിരുന്നത്. അത് നമ്മൾ ചില മനോജ് കുമാർ എന്നൊക്കെ പറഞ്ഞൊരു സുഹൃത്തൊക്കെ കവിത, അദ്ദേഹമൊക്കെ ഭയങ്കര എന്നെ സ്വാധീനിച്ചിട്ടൊരു നമ്മുടെ സുഹൃത്തായിരുന്നു. അപ്പൊ തുടക്കം കവിത എഴുതി. ആ കവിത എഴുതിയിട്ടായിരുന്നു. കാരണം കവിതയുടെ ഒരു റിതം ഉണ്ടായിരുന്നു എന്റെ ഉള്ളില്. അപ്പോ അത് റിതം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മള് ആദ്യകാലങ്ങളില് കവിതയിലെ വൃത്തവും അലങ്കാരവും ഒക്കെയുള്ള കവിതകൾ പിന്നീടാണ് കടമ്മനിട്ടൊക്കെ തന്നെ ഈ ഋതമുള്ള കവിതകൾ. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് വെറും ഗദ്യ കവിതകൾ. ഈ ഒരു എവല്യൂഷനെ കുറിച്ച് എങ്ങനെയാണ്? ഗദ്യ കവിതകൾ ഞാൻ അങ്ങനെ ഒരു ഗദ്യം പദ്യം എന്നുള്ളൊരു വിവേചനം തന്നെ വിശ്വസിക്കുന്നില്ല അതിൽ. നിങ്ങൾ എന്ത് എഴുതുന്നു അത് നിങ്ങളുടെ പാട്ട് പാട്ട് റാപ്പ് അങ്ങനെ പലതുമായിട്ട് മാറിയല്ലോ. പിന്നെ നമ്മൾ ഈ ഗദ്യപദ്യ ദ്വന്ദ്ത്തിൽ കിടന്നിട്ട് ഉള്ളേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു അത് മാത്രം മലയാളിയുടെ മാത്രമല്ല കേട്ടോ, അത് അറബ്സിലും ഉണ്ട് ആ സാധനം. ഞാനിപ്പോ ഒരു അറബിക് പോയിട്ട് പറഞ്ഞപ്പോ അവരും ഇതേ പ്രശ്നം അവിടെയും ചിലർക്ക് ഈ ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന എല്ലായിടത്തും ഉണ്ട് തോന്നുന്നത്. പക്ഷെ ഒരു 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 വിഷയത്തിന്റെ തീവ്രത ഒരു 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 കവിതയിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് ഗദ്യ കവിതയിലാണ് കുറച്ചും കൂടെ ആ വിഷയത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറെ കൂടെ മറ്റേത് ഒരു ഈണം ചേരുമ്പോഴേ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അങ്ങനെ എന്നോട് 1-2 ആൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അധികം കവിത വായിച്ച പരിചയമില്ല, അതുകൊണ്ട് കവിത എഴുതുന്ന ഒരാൾക്ക് അതിനെ കുറിച്ച് എന്താ പറയുക? സി പ്ലേ വിത്ത് വേർഡ്സ് എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് കവിതേനെ കാണുന്നത്. നിങ്ങൾ കുറെ വാക്കുകൾ കൊണ്ട് കളിക്കുന്നു, ആ വാക്കുകളുടെ കളിയിൽ നിങ്ങൾ എത്ര മിടുക്കനാണെന്നുള്ളതാണ്. ചിലര് വളരെ വ്യുൽപ്പത്തിയുള്ള മനുഷ്യന്മാരായിരിക്കും, അവർക്കത് കറക്റ്റ് വാക്ക് അവിടെ വെക്കാൻ അറിയുന്നവരായിരിക്കും. അവര് വാക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ സംഗീതം സൃഷ്ടിക്കപ്പെടാം. ഓക്കെ, അത് അയാള് വാക്ക് വെച്ചുണ്ടാക്കുന്ന സംഗീതം ആണ്. ചിലരുടെ ഉള്ളിൽ സംഗീതം ഉള്ളവർ സംഗീതത്തിലേക്ക് വാക്ക് ചേർക്കുന്ന പരിപാടി വരുമ്പോഴാണ് കവിത പൊളിഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിലത് അത് ഒപ്പിക്കാൻ വേണ്ടി, തന്റെ ഉള്ളിലുള്ള സംഗീതത്തിന് ഒപ്പിക്കാൻ വേണ്ടി വാക്കുകള് അതിന്റെ എല്ലാ ഷാർപ്നെസ്സും കുറച്ചുകൊണ്ട് വരുന്നു. എന്നാൽ നിങ്ങൾ പിക്ക് ചെയ്ത വാക്കുകൾ
വളരെ ഷാർപ്പായിട്ടുള്ള വളരെ സൂക്ഷ്മമായ വാക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊരു സംഗീതം സൃഷ്ടിക്കുന്നത്, അതാണ് എനിക്ക് തോന്നുന്നു കവിതയുടെ ഒക്കെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ വളരെ വളരെ ഓർഗാനിക് ആയിട്ട് പിന്നെ അനൂപ് എഴുതുന്ന കവിതകൾ അധികവും ഗദ്യ കവിതകൾ. അതാണ് ഒരു ഞാനത് ബോധപൂർവം തിരഞ്ഞെടുത്തതാണ്. എന്താന്ന് വെച്ചാല് എനിക്ക് വളരെ ഉത്തമ വിശ്വാസമുണ്ട്. അതായത് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു പോയട്രീനെ ചൊല്ലി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് എനിക്ക് പറ്റും അത്. കാരണം നമ്മൾ ഈ ചൊല്ലലിന്റെ ഒരു സാധനം ഒരു താല്പര്യം ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ അത്ര റിതമിക്കായിട്ടുള്ള സാധനം ഞാൻ എഴുതാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതെന്ന് പറയുന്നത് ആ ചൊല്ലലിന്റെ ഒരു ചൊല്ലലിന്റെ ഒരു കലയാണ് അത്. അപ്പൊ അതിൽ എവിടെയൊക്കെ ഒരു കബളിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. ലോകത്ത് മുഴുവന് ഈ ഭയങ്കരമായിട്ട് ചൊല്ലുന്ന മനുഷ്യന്മാരുടെ കവിതകളിലൊക്കെ ഭയങ്കര പൊള്ളത്തരം ഇടയ്ക്ക് ഫീൽ ചെയ്തപ്പോൾ ചിലപ്പോൾ ഞാനതൊരു പിന്മാറ്റം ആയിരിക്കാം. ചിലപ്പോൾ ഇനി വേറൊരു ഫോമിൽ എഴുതുമായിരിക്കും. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയി എഴുതുന്ന കവിതയെ മാത്രം ഉപാസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും കൂടിയല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ വിൻഡോസ് ഞാൻ എപ്പോഴും തുറന്നിടാറുണ്ട്. കാരണം നമ്മൾ കവിത എന്ന് പറയുന്ന ഒരു ജാലകം മാത്രം തുറന്നിട്ടാൽ നിങ്ങൾ ഭയങ്കര നിരാശനും ഒക്കെ ആയി പോകും. കാരണം തന്റെ കവിതകൾ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഏതൊരു കലാകാരനും അല്ലെങ്കിൽ ഏതൊരു എഴുത്തുകാരനും അനുഭവിക്കുന്ന ഒരു വലിയ നിരാശ ഉണ്ട്. അങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കേണ്ട ഒരു ജീവിതം ഞാൻ ജീവിക്കാൻ ഒരുക്കമേ അല്ല ഒന്നിലും. അപ്പൊ ഞാൻ പറയുന്നത് പല വഴികളും എന്നെ സംതൃപ്തിപ്പെടുത്താനോ എന്നെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ വഴികളും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നതും നൃത്തം ഇപ്പൊ ഒരു DJ പോയിട്ട് ഡാൻസ് ചെയ്യുന്നതൊക്കെ ഞാൻ സന്തോഷിക്കുന്നതാണ്. എന്റെ വഴികളാണ്. തിയേറ്റർ എന്റെ വഴികളാണ്. പോയട്രി പെർഫോം ചെയ്യുക, സംസാരിക്കുക, സംഘടിപ്പിക്കുക, ആളുകളെ സംഘടിപ്പിക്കുക, കൾച്ചറൽ ആക്ടിവിറ്റീസിൽ അങ്ങനത്തെ ഒരു ആക്ടിവിസം കൊണ്ട് നടക്കുക. ദിസ് ഓൾ എന്റെ വഴികളായിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അതാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മള് എന്താണ് നിങ്ങൾ കൾച്ചറലിൽ ഇടപെടുന്നത്? ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പോയട്രിയെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു ഇടപെടലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ സംഗതികൾ ചെയ്യാം. നമുക്ക് പോയിട്ട് മറ്റേ ഈ എന്താണ് ജിംഖാന പോയിട്ട് കാണാം അല്ലെ, അല്ലെങ്കിൽ എമ്പുരാനെ കുറിച്ച് സംസാരിക്കാം അല്ലെ. നമുക്ക് ആ വിഷയങ്ങളെ കുറിച്ച് അതെ, നമ്മൾ എന്തുകൊണ്ട് പോയട്രി തിരഞ്ഞെടുക്കുന്നു? നിങ്ങൾ ഈ ഞായറാഴ്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കുടുംബമായിട്ടൊക്കെ ചെലവഴിക്കേണ്ട രസകരമായ സമയം, രണ്ടുപേര് ഇരുന്നിട്ട് ഒരു ദിവസം അവധി കിട്ടുന്ന രണ്ട് മനുഷ്യന്മാർ ഇരുന്നിട്ട് ഇവിടെ സംസാരിക്കുന്ന പറയുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യങ്ങളായിരിക്കില്ല, ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ ഫലം ഉണ്ടാക്കാം. ഓക്സിജൻ സിലിണ്ടറിനെ കുറിച്ച് ഈ ഓക്സിജൻ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ എന്റെ സമാഹാരമായിരുന്നു. 2012 ഒക്കെയാണ് അത് മാതൃഭൂമി ബുക്സ് ചെയ്തിട്ടുണ്ടായത്. ഒരു 35 കവിതകളുടെ ഒരു സമാഹാരമായിരുന്നു. അപ്പൊ അതിലെ കവിതകൾ ഇപ്പോ എനിക്ക് വായിക്കുമ്പോൾ അത് എന്റേത് അല്ലാതും തോന്നാറുണ്ട്. കാരണം അതിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. എന്റെ കാവ്യഭാഷ, കവിതയോടുള്ള അപ്രോച്ചിൽ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ബ്ലോഗ് കാലം എന്ന് പറഞ്ഞ ഒരു വലിയൊരു കാലം ഉണ്ടായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു, 22.5 എന്ന് പറഞ്ഞൊരു ബ്ലോഗ്. ഓക്കെ. അപ്പൊ 22.5 എന്ന് പറഞ്ഞ ബ്ലോഗ് ആയിരുന്നു. അപ്പൊ ഞാൻ നിരന്തരം കവിത എഴുതിയിരുന്നു ആ സമയം. 22 മെമ്മറി, ഞാൻ ഗൾഫിൽ വരുന്നത് ആ വർഷമാണ്. എന്റെ 22 പകുതിയായിട്ടുള്ള സമയത്ത് വരുന്നത്. അപ്പൊ ആ ബ്ലോഗിൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഡെയിലി എല്ലാ ആഴ്ചയും കവിതയൊക്കെ എഴുതുന്ന, എന്നാൽ ഇപ്പോഴത്തെ ഒരു കൗണ്ട് നമ്മളൊന്നും അത്ര ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഫേസ്ബുക്കിൽ നിങ്ങളൊരു കവിത പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചുരുങ്ങിയതൊരു 500 ഒരു 300 ലൈക്കെങ്കിലും ഒരു 10 ഷെയറെങ്കിലും ഒക്കെ വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്ര കമന്റ്സ് ഒക്കെ. പക്ഷെ ബ്ലോഗ് കാലത്തൊന്നും നമ്മൾ അത് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഓക്കെ, നിങ്ങൾ വായിക്കുന്നതിൽ കുറച്ച് കമന്റ്സ് ഒക്കെ, പക്ഷെ യു കീപ്പ് ഓൺ റൈറ്റിംഗ്. ഞാൻ അതാ പറയുന്നത്, ആ ഒരു സാധനം മാറി. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എത്ര പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ചില ലൈക്കും ലവും ഒക്കെ കിട്ടണം, പൂവും പുഷ്പമൊക്കെ കിട്ടണം എന്നൊരു സാധനമുണ്ട്. ആ സാധനം ഇന്ന ആള് ലൈക്ക് ചെയ്തോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുന്ന കൂടിയുണ്ട് നമ്മള്. മനോജ്, നമ്മുടെ ലൈഫ് നമ്പേഴ്സിലാ. ഇപ്പൊ ഒരാള്
ഒരു റൈറ്റർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അക്കങ്ങൾ എടുത്ത് കളയുക എന്നുള്ള ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ എഴുത്തിൽ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ എന്റെ അക്കങ്ങൾ എന്നെ നിർണ്ണയിക്കുമ്പോൾ ഞാൻ എന്റെ ആന്തരികമായിട്ടുള്ള എന്റെ റൈറ്റിംഗ് പ്രോസസ്സിലെ അക്കങ്ങൾ എന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാനാണ് ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് മൈ റൈറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. കവിതയുടെ ഉള്ള സമീപനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള അക്കങ്ങൾ നിങ്ങൾ എടുത്തു കളയാന്നല്ല, അവിടെ അക്ഷരങ്ങൾ വരുത്താന്നല്ല. അനൂപ് ഈ അടുത്ത് എഴുതിയൊരു ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. മേതിലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ 80ാമത്തെ പിറന്നാളിന് വേണ്ടിയിട്ട് എഴുതിയാണ്. അപ്പോൾ എനിക്ക് ആ ലേഖനം ഞാൻ വായിച്ചു, ട്രൂ കോപ്പിയിലാണ്. അതിന്റെ ടൈറ്റിൽ പോലും സെന്റ് ഓഫ് മേ എന്നാണ്. ഭയങ്കര ക്രിയേറ്റീവ്, ഒരു കവിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ടൈറ്റിലാണത്. ആ ലേഖനം ഒരു ലേഖനം വായിക്കുന്ന പോലെയല്ല വായന, ഒരു ചെറുകഥ വായിക്കുന്നത് സുഖമായതുണ്ട്. പല അനുഭവങ്ങളും കോർത്തിണക്കിയിട്ട് ആണ് അത് എഴുതിയിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയാം. മെയ് ഇവര് ഗ്രൂപ്പ് അങ്ങനെ ചെറിയ ഡെഡ് ലൈൻ തന്നിട്ട് ചെറിയ 3 ദിവസത്തെ മുമ്പാണ് പറയുന്നത് ഇങ്ങനെ സാധനം എഴുതുന്നത്. മേതിലിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്, എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അത് എല്ലാ ദിവസവും, കാരണം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു സംഗതികളൊക്കെ നമ്മുടെ പത്രത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു എഴുത്ത് ഇതാണ്, നമുക്ക് ഈ ചില സമയങ്ങളിൽ നമ്മൾ ഈ ഡെഡ് ലൈനിൽ ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിരിക്കും, ചിലപ്പോ സെയിൽസിൽ നമ്മൾ ഡെഡ് ലൈൻസ് കൊടുക്കാറുണ്ടല്ലോ, വർക്കിൽ ഡെഡ് ലൈൻസ് വരും. അപ്പൊ ആ ഡെഡ് ലൈനിലാണ് നമ്മൾ ഏറ്റവും നമ്മൾ അതിലുമാണ് ഏറ്റവും കൂടുതൽ അർപ്പിതം വരുന്നത്, ഈ അർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാധനം വന്നപ്പോഴാണ് ഇത് വളരെ ഒരു രണ്ടാം വായനയ്ക്ക് പോലും സമയം കിട്ടാത്ത തരത്തിലായിരുന്നു ആ ഒരു എഴുത്ത് സംഭവിച്ചത്. അപ്പൊ മനോജന്റെ അടുത്ത് പറയുന്നത് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നോവല് എഴുതണം എന്നുള്ളതാണ്. ഞാനത് എനിക്ക് തോന്നിയ അത് വായിച്ചപ്പോഴേ ഏറ്റവും നന്നായിട്ട് കഥ പറയുന്ന ഒരാളെയാണ് ഞാൻ എന്റെ മുന്നിൽ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇതുവരെ കഥകളോ അല്ലെങ്കിൽ നോവലോ എഴുതിയില്ല? സംഭവം കവിയുടെ കവി എപ്പോഴൊരു കംപ്രസ്ഡ് ഫോമാണ് അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുക. വലിയൊരു സാധനത്തിനെ ഇങ്ങനെ കംപ്രസ് ചെയ്തെടുക്കുക, അതാണ് അയാളുടെ പദ്ധതി, ചിന്താ പദ്ധതി അതാണ്. പക്ഷെ നോവൽ അങ്ങനെയല്ല, ഒരു ചെറിയ സാധനം ഭയങ്കര ഡിസ്ക്രിപ്റ്റീവായിട്ട് വിശദീകരണ കല കൂടെ വരും അതില്. ഞാൻ എപ്പോഴും എനിക്ക് സംശയം തോന്നുന്നത്, ഞാൻ അത്ര വിശദീകരിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ തന്നെ ഞാൻ അധികം വിവരിക്കാത്ത ഒരാളാണ്. കാരണം ഞാൻ വളരെ പോയിന്റ് സംസാരിക്കുന്ന, പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെ വളരെ ബുള്ളറ്റ് പോയിന്റ്സ് വർക്ക് ചെയ്യുന്ന, അങ്ങനെ പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് സാധ്യമാവോ എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു സംശയമാണ്. ഞാൻ എങ്ങനെ ഒരു സ്റ്റോറി പറയും, അതിന്റെ വിശദീകരണം നിങ്ങളൊക്കെ കഥയിലൊക്കെ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലത്തിന് നിങ്ങളത് ചുവന്ന ഇത് ഒട്ടകത്തിന്റെ ഇതൊക്കെ എനിക്ക് വരുമോ എന്നുള്ളത് എപ്പോഴും എനിക്ക് സംശയം തോന്നാറുണ്ട്. കാരണം ഞാനത് ചിലപ്പോ ഒരു കുഷൻ എന്ന് മാത്രമേ പറയുള്ളൂ. അതിൽ കുഷനിൽ ഒരു ഒട്ടകത്തിന്റെ വർണ്ണാഭമായുള്ള ചിത്രം ഉണ്ട് എന്നുള്ളത് പറയുമോ എന്നുള്ളത് എനിക്ക് എപ്പോഴും, നിങ്ങൾ ചിലപ്പോൾ വളരെ കളറ് പറയൂ, അത് അത്ര ഡിസ്ക്രിപ്റ്റീവ് അത്രയും സൂക്ഷ്മമായിട്ട് പോകാറുണ്ടോ ഞാൻ എന്നിങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് അതിന് പറ്റുമോ എന്നുള്ളത്. എനിക്ക് മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സംഗതികളിൽ ഇടപെട്ടു പോകും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മേതിലെ എങ്ങനെ വന്നെന്നില്ല, അദ്ദേഹം എങ്ങനെ എൻ്റെ ഉള്ളിൽ കയറി എന്നതും എങ്ങനെ അയാൾ എൻ്റെ ഉള്ളിൽ പെരുമാറി എന്നുള്ളതും ആണ് ഞാൻ അത് എഴുതിയിട്ട്. അപ്പൊ അതിൽ ചിലപ്പോ അതിലെ അനുഭവങ്ങൾ മുഴുവൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളതൊരു സ്റ്റോറി ആക്കി, ഐ മീൻ എന്ന് പറഞ്ഞാൽ അതിൽ സംഭവിച്ചു പോയതാണ്. അത് യഥാർത്ഥത്തിൽ ഉള്ളതാണ്. അത് ആ കറക്റ്റ് ബ്ലെൻഡിങ് വന്നു എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചല്ലോ എന്തുകൊണ്ടാണ് കഥകൾ എഴുതാത്തത്. ഞാനൊരു നോവൽ എഴുതും കേട്ടോ, കാരണം എൻ്റെ ഒരു സ്വപ്നമാണ് അത്. തീർച്ചയായിട്ടും അടുത്ത ഞാനൊരു പുസ്തകം കാണിക്കാം. 69 എറോട്ടിക് കവിതകൾ എന്നാണ് ഇതിനെ എഴുത്തുകാരനും പിന്നെ പ്രസാധകരും ഇതിനൊരു ടാഗ് ലൈൻ കൊടുത്തത് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു സദാചാര സങ്കല്പം അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന ഒരു ഇൻഡിഫറൻസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, അതേസമയം ഏറ്റവും വോയറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് നേരെ അനൂപ് തൊടുത്തുവിട്ട
69 ശരങ്ങളാണെന്നാണ് ഞാൻ ഈ കവിതകൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇത് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അനൂപിന്? ഇതിന് ഭയങ്കര വലിയ ധൈര്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നിരന്തരം ശ്രമങ്ങളാണ്. അപ്പോ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രസാധകൻ വരുന്നു, ഒരു എന്താ പറയാ, അദ്ദേഹമായിട്ടൊരു റാപ്പോ ഉണ്ടാവുന്നു. പ്രസന്നൻ, ഗൂസ്ബറിയുടെ പ്രസന്നന്റെ അയാളാണ് അതിന്റെ ഒരു ഇനീഷ്യേറ്റീവ്. നമ്മളിങ്ങനെ ഒരു കൺസെപ്റ്റാ പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്, ഇതാണ് അതിന്റെ ടൈറ്റില്, ഇങ്ങനെ ആയിരിക്കണം പുസ്തകം, ഇതായിരിക്കണം അതിന്റെ സൈസ്, ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഞാനാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സംഗതിക്ക് നിങ്ങൾ ഒരുക്കമാണെങ്കിൽ മാത്രം നമുക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കാം. കാരണം അതൊരു വർക്ക് ഓഫ് ആർട്ട് പോലെ, ഒരു കൾട്ട് ബുക്ക് പോലെ ആയിരിക്കണം ഒരു സംഗതി. ഒരു കൾച്ചറിൽ നമ്മുടെ ഒരു ഇടപെടൽ എന്നതുപോലെ, അതായത് ഭയങ്കര നമ്മൾ ഭയങ്കര റിജിഡ് ആയിക്കോട്ടെ. രതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര റിജിഡ് ആണ്. എല്ലായിടത്തും ഒരു ഓപ്പൺനെസ് ഇതുവരെ ഇല്ലാത്ത അത് ആ റിജിഡ്നെസ് എന്ന് പറയുന്നത് പൊളിക്കുക എന്നുള്ള ഒരു ഇതാണ്. അല്ലാതെ ഇതിൽ മാത്രമായിട്ടുള്ള കവിത ചെയ്യാൻ ഭയങ്കരമായിട്ട് സംഭവം അങ്ങനെയുള്ള ഇതല്ല. ചില സാധനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത്. കാരണം ജീവിതം എന്ന് പറയുന്നത് നമ്മളിവിടെ നമ്മുടെ ഒരു എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ജീവിച്ചു പോകുന്നത് മൊണോട്ടോണസ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. യാതൊരു വ്യത്യാസങ്ങളില്ല, ഒരേ ജീവിതത്തിന്റെ പകർപ്പുകൾ തന്നെയായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ സർഗാത്മകമായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഡിഫറെന്റ് ആയിരിക്കണം. ഒരിക്കലും ഓക്സിജൻ സിലിണ്ടർ പോലെ ആയിരിക്കരുത് അടുത്ത കളക്ഷൻ. ഒരിക്കലും അടുത്ത കഥാപുസ്തകം ഇതുപോലെ ആയിരിക്കില്ല, വേറൊരാൾ എഴുതിയത് പോലെ അത് ഉണ്ടാവുക. അപ്പൊ അത്തരം ഒരു ഡിഫറൻസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ നമ്മളെല്ലാ ഇതിലും അങ്ങനെ ഒരു സാധനം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ പരാജയപ്പെടാം, പക്ഷെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 69 ഒരു വരവ് അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ അത് എങ്ങനെ അത് സ്വീകരിക്കും, നമുക്ക് ഭയങ്കര കൗതുകമായിരുന്നു. എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതെങ്ങനെയായിരിക്കും ആൾക്കാർ സ്വീകരിക്കുക, ഇതെങ്ങനെയായിരിക്കും വായിക്കുക. ചിലർ വായിക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും, അതിലെ ചിത്രങ്ങൾ കാണുമ്പോൾ അവരുള്ളിൽ വരുന്ന സാധനം, ഇതിനൊക്കെ ആലോചിച്ച് എനിക്ക് ഭയങ്കര രസം തോന്നാറുണ്ട്. പക്ഷെ വളരെ വളരെ സീരിയസ് ആയിട്ട് വളരെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് വായനക്കാർ ഇതിനെ, അല്ലേ? എനിക്ക് അങ്ങനെ അതിന്റെ ഒരുപാട് ഇതിന്റെ എന്താ പറയാ റിവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട്, പുസ്തകവും ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു 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 പുസ്തകമാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു നെഗറ്റീവ് റീഡിങ്സ് ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷെ അത് കാരണം 2-3 നെഗറ്റീവ് അതില് ഈ കവിതയിൽ എന്ന് പറയുന്നത് ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല അതിലത്തെ ഡീൽ ചെയ്തത്. അപ്പൊ എന്റെ അടുത്ത് ചില ഫീമെയിൽ പെർസെപ്ഷനിലുള്ള അതിൽ എഴുത്തുണ്ട്. ഫീമെയിൽ പെർസെപ്ഷൻ, തേർഡ് ജെൻഡർ എല്ലാം ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോ അത് ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ അങ്ങനെയല്ല, അത് നിങ്ങളുടെ ഒരു മെയിൽ ഒരു സാധനം നിഴലായാലും വീണ് കിടക്കേണ്ടതെന്നുള്ളത് അത്യന്തികമായിട്ട് ഞാനൊരു മെയിൽ ആയതുകൊണ്ടായിരിക്കും അത്. ഞാൻ അവരടുത്തത് ശരിയായിരിക്കും എനിക്കറിയില്ല. കാരണം അവര് എങ്ങനെയായിരിക്കും അതിന് കാണുന്നത് എന്നുള്ള ചിലരുടെ അനുഭവങ്ങള് അതിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ അനൂപ് കാണിച്ചിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ആ ഒരു ഒരു ഉപയോഗിച്ചിരിക്കുന്ന ബിംബങ്ങളുണ്ടല്ലോ, ഓൾറെഡി നമ്മളൊരു മെയിൽ ഷോവിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഈ ഈ ഈ ഈ ഒരു രതി എന്നുള്ള ഒരു പ്രക്രിയയിൽ പോലും ആ ഒരു ഒരു മേൽക്കോയ്മ കൊണ്ടുവരാൻ ശ്രമിച്ചതാണോ അല്ല അങ്ങനെ സംഭവിച്ചതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഉപയോഗിച്ച ബിംബങ്ങൾ അമ്പ്, ശരം, തോക്ക് എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു കവിതയാണ് പിന്നെ പൂമ്പാറ്റ ടാറ്റു എന്നുള്ളത്. പക്ഷെ അതിന് നേരെ പുരുഷന്റെ ആ ഒരു ഒരു ബിംബം ശരമാണ്. അത് ഭയങ്കര ഒബ്സർവേഷൻ ആണ്. കാരണം ആ ഫസ്റ്റ് ടൈമാണ് എനിക്ക് അങ്ങനത്തെ ഒരു റീഡിങ് കിട്ടുന്നുണ്ട്. കാരണം താങ്ക്സ്. കാരണം ഞാനത് ചിലപ്പോ അത് ഞാൻ പറയുന്നത് നമ്മൾ എത്രമാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു മെയിലിനെ തൂത്ത് കളയാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു മെയിലുണ്ട്, ഒരു മെയിൽ പീലി വിടർത്തി നിൽക്കുന്നു പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാൻ, നമ്മളെന്തിനും നിരന്തരം നമ്മൾ പുതുക്കുക എന്നുള്ള ഒരു സംഗതി. എത്രമാത്രം മെയിൽ എന്താ പറയാ അതിന്റെ കുറെ സവിശേഷതല്ല, അതിന്റെ ഒരു
ക്യാരക്ടറിസ്റ്റിക്സ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോകം അങ്ങനെയാണ്. നമ്മൾ അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ ഒരു എന്താ പറയാ, പൊളിറ്റിക്കലി നമ്മൾ മാറേണ്ടത്. നമ്മൾ പൊളിറ്റിക്കൽ ഇവോൾവിങ് അങ്ങനെയായിരിക്കണം. നിങ്ങൾ എത്രമാത്രം മാർജിനലൈസ്ഡ് ആളുകളുടെ ഒപ്പമാണ്, നിങ്ങൾ എത്രമാത്രം അധികാരത്തിനെതിരാണ്, നിങ്ങളുടെ എത്രമാത്രം നിങ്ങളുടെ ഒരു അധികാരം പ്രവർത്തിക്കുന്നുണ്ട്, ഇതിനൊക്കെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ സോൾവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഭയങ്കരമായിട്ടൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അതല്ലല്ലോ. നിങ്ങൾ സ്വയം നവീകരിക്കുന്നതാണ് നിങ്ങളുടെ പൊളിറ്റിക്സ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ളവർ നവീകരിക്കപ്പെടും, പിന്നെ ലോകം നവീകരിക്കപ്പെടും. അങ്ങനെ ഒരു സാധനത്തിലാണല്ലോ പോകേണ്ടത്. നിങ്ങൾ പറഞ്ഞ റീഡിങ് ഭയങ്കര കറക്റ്റ് ആണ്. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ആ ഒരു എനിക്ക് ഒന്നോ രണ്ടോ കവിതകൾ അങ്ങനെയുണ്ട്. അതേസമയം വളരെ വളരെ സോഫ്റ്റ് ആയിട്ട് ഉള്ള ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കവിതകളും ഉണ്ട്. അപ്പൊ അതില് ഒരു ബാലൻസിങ്, ബുക്കിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ ആ ബാലൻസിങ് കാണാൻ പറ്റും. പിന്നെ ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നോടിപ്പോൾ ഒരു രതി എന്നുള്ളതിന് ആരെങ്കിലും ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വൺ ലൈൻ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്, അതിനെ ഇംപ്രൊവൈസ് ചെയ്യാനൊന്നും ശ്രമിക്കാതെ തോന്നുന്നത്, ആത്മാവ് തേടി രണ്ടുപേരുടെ ഉടൽ യാത്ര എന്നാണ് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോ രണ്ടുപേരുടെ ഡിഫൈൻ, എൻ്റെ ഒരു ഡെഫിനേഷനിൽ രണ്ടുപേരുടെ വരുന്നത് തന്നെ അതൊരു ഒരു ഒരു 100% സ്ട്രെയിറ്റ് ആയ ഒരു പുരുഷന്റെ തോട്ട് പ്രോസസ്സാണ്. നേരെ മറിച്ച് എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. അതൊരു കവി എന്ന നിലയിൽ പിന്നെ അനൂപ് ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകത്തെ തന്നെ സമീപിച്ചതെന്നാണ്. എക്സെപ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്ന് രണ്ട് ബിംബങ്ങൾ. അനൂപ് ത്രീസമിനെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. കൂടുതൽ പേർ ചേർന്നുള്ള രതിയെ കുറിച്ച് കവിതയുണ്ട്. അത് അവരുടെ തന്നെ പെർസ്പെക്റ്റീവിലാണ് എഴുതുന്നത്. അപ്പൊ ഇത് എത്രമാത്രം ശ്രമകരമാണ്, ഇത് എങ്ങനെ ഇതിൽ നമ്മൾ പറഞ്ഞാല് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രതിയുടെ പലതരം രതികളുടെ പല അനുഭവങ്ങൾ ഉള്ള ആളുകൾ നമ്മൾ അറിയുന്നത് കൂടി ഉണ്ടാവില്ല. അപ്പൊ അവര് പറയുന്ന അല്ലെങ്കിൽ അവര് നമുക്ക് പകർന്നു തരുന്ന ചില അനുഭവത്തിന്റെ വേറെ വിധാനങ്ങളുണ്ട്. ആ വിധാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൊരുത്തപ്പെടാം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പൊരുത്തപ്പെടാതിരിക്കാം, യോജിക്കാതിരിക്കാം. അവരുടെ ചോയ്സ് ആണ്. അത് നമ്മൾ ആ രീതിയിലാണ്. അത് നമുക്ക് ഈ ആത്യന്തികമായിട്ട് ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യനാണല്ലോ. ഇപ്പൊ നിങ്ങൾ റോബോട്ടിക്കായിട്ട് രതിയിൽ ഏർപ്പെടുന്നു എന്നുള്ളൊരു സംഭവം വളരെ അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന നമ്മളൊക്കെ ചിലപ്പോൾ ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് വളരെ കോമൺ ആയിട്ട് ഇനി മാറാം. ഇപ്പൊ നിങ്ങളിപ്പോ ChatGPT ആയിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാമുകിയുടെ പോലെ സംസാരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. നിങ്ങളുടെ പ്രശ്നങ്ങളും അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ തന്നുകൊണ്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾക്കൊരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവുന്നു. യു ടോക്ക് അല്ലേ, കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ്. അതെന്ന് പറയുന്നത് അപ്പൊ നമുക്കത് പ്രകൃതി വിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ ഇത് ഈ ലോകവിരുദ്ധമാണെന്നോ ഒന്നും പറയാനും പറ്റില്ല. അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും സമാധാനത്തെയും നിഷ്കാസനം ചെയ്യാതെ ഏത് പ്രവൃത്തി ചെയ്യുന്നത് മനുഷ്യത്വപരമാണ് അല്ലേ? അതിന്റെ ഒരു ബേസിക് സാധനം. തീർച്ചയായിട്ടും. അപ്പൊ ഇത് ത്രീസമോ അല്ലെങ്കിൽ ഫോർസമോ വട്ടപദസം അത് എന്ന് പറയുന്നത് അവരുടെ ചോയ്സ്. അതിൽ അവർ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ആ അനുഭവിക്കുന്ന ആനന്ദം മറ്റുള്ളവർക്ക് ദുഷ്കരമാക്കുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ ശരി. ഈ പുസ്തകത്തിലെ എല്ലാ കവിതകളും തന്നെ പ്രണയവും രതിയും അതിൻ്റെ ഏറ്റവും ഇന്റൻസ് ഫോമിലാണ് കവി എഴുതിയിട്ടുള്ളത്. ഒരു കവിതയിൽ മാത്രം ലോക രാഷ്ട്രീയം പറയുന്ന ഒരു കവിത അതിൻ്റെ ഭാഗമായിട്ട് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ തീർച്ചയായിട്ടും രതിയുണ്ട്. പക്ഷെ തുടക്കത്തിലെ 2 വരി ലോകരാഷ്ട്രീയം തന്നെയാണ്. പലതായി ചിതറിയ രാജ്യങ്ങളിലെ 5 സുന്ദരികൾ എന്നാണ് തുടങ്ങുന്നത്. ഇത് സോവിയറ്റ് യൂണിയനെ കുറിച്ചാണ്. സോവിയറ്റ് യൂണിയനെ കുറിച്ച് ഇത് പബ്ലിഷ് ചെയ്തതിനു ശേഷം വന്നിട്ടുള്ള ചർച്ചകളിൽ എന്താണ്, നേരത്തെ ഞാൻ റിവ്യൂവിനെ കുറിച്ച് പറഞ്ഞു, വളരെ പേഴ്സണൽ ആയിട്ടൊക്കെ ആൾക്കാർ ഇതിന് ബുക്ക് എനിക്കൊന്ന് ഡിസ്കഷൻ പോലും നടന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പിന്നെ സമീപനം എന്താണ്? ഇങ്ങനെ ഒരു പുസ്തകം നിർമ്മിക്കാൻ പോകുന്നു നമ്മൾ കുടുംബം എന്നുള്ളത്, എനിക്ക് 2 പെൺകുട്ടികളാണ്,
പെൺകുട്ടികളായിട്ട് ഞാൻ ജീവിക്കുന്നു. അപ്പോ ചില സുഹൃത്തുക്കൾ പറയുന്നു എനിക്ക് വളരെ പൊതുബോധം പ്രവർത്തിക്കുന്നു. താങ്ക് യു. പൊതുബോധം പ്രവർത്തിക്കുന്നു, അതായത് എനിക്ക് 2 പെൺകുട്ടികളല്ലേ, താങ്ക് യു. തുടർകാലത്ത് ഇങ്ങനെ 69ന്റെ രചയിതാവ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുക വരാമല്ലോ. അവരുടെ അതെ അപ്പൊ അത് പറഞ്ഞാൽ എനിക്കപ്പോ അത് എന്റെ കുട്ടികളെ കൺവിൻസ് ചെയ്യിപ്പിക്കണം, എന്റെ പങ്കാളിനെ പറയണം. അപ്പൊ അത് പങ്കാളിക്ക് ആദ്യം അവർക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇതിന്റെ ആർട്ടിസ്റ്റുമായിട്ട് നമ്മുടെ സുഹൃത്താണ്, പ്രേമാണ് അത് വർക്ക് ചെയ്തത്. അപ്പൊ അതിലെ ആർട്ടിസ്റ്റിനായിട്ട് ഞാൻ ടെലിഫോൺ കൺവെർസേഷൻ എന്റെ പങ്കാളി കേൾക്കുകയും അങ്ങനെയാണ് അവരത് കൺവിൻസ് ആവുന്നത്. ഓക്കെ. അങ്ങനെ ഇവിടെ നമ്മള് അതെന്റെ ഒരു സംഗതി. എന്റെ ഒറ്റ സംഗതിയേ ഉള്ളൂ, നമ്മളിതിന് ഭയങ്കരമായിട്ട് ഒളിപ്പിച്ചു വെക്കലും ഗോപ്യമാക്കുന്നതും പേടിക്കുന്നതും ഇതിനെ വളരെ നോർമലായ ഒരു സംഗതിയായിട്ട് പൊതുസമൂഹം കാണുന്ന ഒരു കാലത്തെ കുറിച്ചാണ് ഇപ്പൊ ഇങ്ങനെ അത് കാണുന്നുണ്ടായിരിക്കാം. അത് ഈ പുസ്തകം കൊണ്ടല്ല, അത് സ്വാഭാവികമായിട്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രകാശനം നമ്മൾ ഇതില് UAE നമ്മൾ നടത്തേണ്ടായി. അപ്പൊ ആ ദിവസമായിരുന്നു ഞാൻ അത് റിയലൈസ് ചെയ്തത്. ഹൗ ടു പീപ്പിൾ ആർ എന്തൊരു രസകരമായുള്ള ആ പരിപാടിയായിരുന്നു എന്ന് പറയുന്നത്. നമ്മളൊരു 6 മണിക്കൊക്കെ ഗ്യാദർ ചെയ്തിട്ട് 11 മണി വരെ 11:30 വരെ ആളുകള് ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചും സംസാരിക്കുകയും സന്തോഷിക്കുകയും സംഗീതം കേൾക്കുകയൊക്കെ ചെയ്ത് ചായ കുടിക്കുകയൊക്കെ ചെയ്ത് അവിടെ 10-75 പേര് ഒരുമിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഗതി എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തിയത്. അപ്പൊ അതില് ആ സ്റ്റേജിൽ എന്റെ പങ്കാളിയായിരുന്നു പുസ്തകം ഏറ്റുവാങ്ങിയത്. എന്റെ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ മകളുടെ മൂത്ത മകളോട് ചോദിച്ചു, കാരണം നിനക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായമുണ്ടോ, ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം ചെയ്യാൻ പോകാം. അവള് പറഞ്ഞു എനിക്കെന്താ പ്രശ്നം, എന്നെ ബാധിക്കുന്ന സംഗതിയല്ല. പിന്നെ ഇതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മോശമാകുമോ എന്നൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പുസ്തകം വീട്ടിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ അത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു സംഗതിയല്ല, ഞാൻ തന്നെ ആദ്യം ചെയ്യണമല്ലോ. അപ്പൊ അത് പറഞ്ഞാല് എന്റെ പങ്കാളിയൊക്കെ അത് വളരെ പിന്നീട് ഭയങ്കര പോസിറ്റീവായിട്ട് അത് എടുക്കുകയും അവര് കുട്ടികളും അതൊക്കെ അത് ഭയങ്കര ഒരു തമാശ പോലെ അത് വെരി നോർമൽ തിങ് എന്നുള്ള രീതിയിൽ ആവശ്യമാണ്. അത് അപ്പൊ അങ്ങനത്തെ ഒരു സാധനം വന്നു. അത് എത്രമാത്രം ഇപ്പൊ നമ്മളെ ഈ ഗൾഫിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഇതൊന്നും ചിലപ്പോ നാട്ടില് ഇതിനെ കുറിച്ച് ചിലപ്പോ ആളുകള് അങ്ങനെ ഡിസ്കഷനിൽ വരണമെന്നില്ല. കാരണം നമ്മൾ അവിടെ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പലയിടങ്ങളിൽ പോയിട്ട് നമുക്ക് ഇതൊക്കെ സംസാരിക്കാം. പക്ഷെ നമുക്ക് അവിടെ ഒരു സ്പേസ് അങ്ങനെ കിട്ടുന്നില്ല. അതിന്റെ ഒരു ലിമിറ്റേഷൻ. എന്റെ ഒരു ഞാൻ എഴുതിയൊരു കഥയിൽ പിന്നെ ഒരു മകൾ ഒരു അമ്മയ്ക്ക് ഒരു സെക്സ് ടോയ് ഗിഫ്റ്റ് ചെയ്യുന്നൊരു കഥ എഴുതി. അപ്പൊ ഞാനത് എനിക്കത് എഴുതാൻ ആദ്യം വലിയൊരു പേടിയോ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് ഇതിനെപ്പറ്റി 2 സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ 2 പേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ആൺ സുഹൃത്ത് ഒരു പെൺ സുഹൃത്ത് സംസാരിച്ച് അവർ പറഞ്ഞു എന്തായാലും എഴുതണം. അത് എഴുതി കഴിഞ്ഞ് പോസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായില്ല പബ്ലിഷ് ചെയ്ത ശേഷം. പക്ഷെ എങ്കിൽ പോലും ഒരാളുടെ കമന്റ് ഈ രീതിയിലായിരുന്നു, അതായത് എഴുത്ത് നിർത്തിയിട്ടുണ്ടോ, ഇതിപ്പോ ഇവിടെ വെച്ച് നിർത്തണം എന്നൊക്കെ ഉള്ള കമന്റ്. അപ്പൊ ആ ഒരു കഥയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കഥയാണ്, അതിന് ഒരാൾ ഇങ്ങനെ പറയുമെങ്കിൽ ഇതുപോലെ ഒരു പുസ്തകത്തിന് നമ്മുടെ ആ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള പ്രശ്നം തന്നെ. അപ്പൊ ഇതേവരെ എന്റെ അമ്മ ഞാൻ ആ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇങ്ങനെയാ പറഞ്ഞത്, വളരെ നോർമലാണ്, നിങ്ങള് മറ്റേ അമ്പലത്തിൽ പോയി നോക്കൂ, ചിത്രങ്ങളെ കുറിച്ചാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പോയി നോക്കൂ, ഇതൊക്കെ തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത്, വ്യത്യാസമല്ല. അപ്പൊ അത് ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ ചില സംഗതികൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ഇറോട്ടിക് ആയിട്ടുള്ള ഒരു കവിതകളുടെ മലയാളത്തിൽ വരുന്നത്. ചിലപ്പോ തീർച്ചയായിട്ടും എനിക്കൊന്നും ഒരു കാലത്ത് PSCക്ക് മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതിയ എഴുത്തുകാരൻ ആരാണ്, അനൂപ് ചന്ദ്രൻ എഴുതിയ ഒരു പക്ഷെ ജോലി കിട്ടുമായിരിക്കും. അല്ല, ഇത് അങ്ങനെയൊക്കെ ചില സംഗതികൾ പറയുന്നത് നമ്മള് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഇതിനൊക്കെ ഭയങ്കര കൗതുകത്തോടു കൂടി ഭയങ്കര തമാശയൊക്കെ കൂടിയിട്ടാണ് ഇതിനെ കാണുന്നത്. വേറൊന്ന് പറയൂ.
ഞാൻ ഈ ഇതിലെ ഇലസ്ട്രേഷനെ കുറിച്ച് നോക്കിയാൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇലസ്ട്രേഷൻ കുറച്ചും കൂടെ ലൗഡായി നിൽക്കുന്നു, വരികളെ കാണും, അല്ലെങ്കിൽ അത് കാരണം വരികളുടെ ഇമ്പോർട്ടൻസ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ അഭിപ്രായം വന്നിട്ടുണ്ടോ? അല്ല അങ്ങനെ ഒരു തോന്നലുണ്ടോ? അല്ല ആക്ച്വലി വാട്ട് യു വാണ്ട്? എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. ഓക്കെ, ഞാൻ പൂർണ്ണമായിട്ടും കാരണം അതിൽ ഈക്വൽ പങ്ക് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും വളരെ അപ്പൊ മനോഹരമായിട്ട് അത് ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രേമന്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കവിത വായിക്കുക, അതിനുശേഷം നിങ്ങൾക്ക് അത് എന്താണ് ഉണ്ടാക്കുന്നത്, കവിതനെ ഫോളോ ചെയ്യാതെ വേറൊരു ഇമേജറി, അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുകയാണ്. അപ്പൊ പിന്നെ ഇത് സമയത്തിന്റെയും ഒക്കെ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചിലതൊക്കെ പിന്നെ എന്താ പറയാ കവിതയെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്, ഓക്കെ ചിലതൊന്നും അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. ഓക്കെ വേറെ ഭയങ്കര കവിതയേക്കാൾ ഗംഭീരമായിട്ടുള്ള ഇമേജ് അതെ അതെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അപ്പൊ അത് പിന്നീട് ചിലരൊക്കെ നമ്മുടെ ആർട്ടിസ്റ്റ് സുഹൃത്തിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ ലൗഡ് ആയിട്ടുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ എഡിഷൻ വരുന്നുണ്ട്, നമ്മൾ ടോട്ടലി ഡിഫറെന്റ്. അദ്ദേഹം വേറെ റീവർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പൊ അത് അങ്ങനത്തെ അത് ലൗഡ് ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന് തന്നെ തോന്നി വേറൊരു തരത്തിലുള്ള ഇമേജസ് അതിനെ ആണ് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ. ആവശ്യം. അതെ അപ്പൊ അത് ചിലപ്പോൾ അടുത്ത് പുതിയ എഡിഷനിൽ അദ്ദേഹം correct. ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പുസ്തകത്തിന് ഇൻസ്പയർഡ് ആയിട്ട് ഞാനൊരു കവിത എഴുതാൻ ശ്രമിച്ചു. ഓക്കെ, അത് ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്ന അനൂപിനാണ്. അതെ 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 യു ആർ വെരി കൈൻഡ്. Yeah. ഈ സെഡ് നന്നായിട്ടുണ്ട്, പക്ഷെ ഇത് കവിതയായിട്ടാണ്. അന്ന് വൈകുന്നേരം ഞാനൊരു സുഹൃത്തിന് ഇത് അയച്ചു കൊടുത്തു. അവൻ പറഞ്ഞു തെറിക്ക്. അവൻ നീ കവിത എഴുതിയ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് അടിക്കണം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കവിത എഴുതി ഞാൻ അവിടെ നിർത്തി. സോ Anup, thank you so much for speaking between the lines. Yeah, thank you. താങ്ക്സ് മനോജ്. കാരണം നന്ദി അങ്ങനെ പറയുന്നില്ല. പറയുന്നില്ല. പ്ലഷർ. Actually, my whole idea is to know Anup Chandran. നമ്മൾ എവിടെ മീറ്റ് ചെയ്താലും വി ഹാവ് നോട്ട് സ്പോക്കൺ മച്ച്. നമ്മളൊന്ന് ഷേക്ക് ഹാൻഡും ഹവായും ചോദിക്കുന്ന ഒരു പീരിയഡ്. പക്ഷെ ഇപ്പം ഒരു മണിക്കൂറിലധികമായി നമ്മൾ സംസാരിക്കുന്നു. നമ്മുടെ മുമ്പൊക്കെ എന്ന് പറയുന്നത് നമ്മള് ഈ സൗഹൃദങ്ങളില് നിറയെ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഡയലോഗ്സിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളുടെ സംഭവം എന്ന് പറഞ്ഞാല് നമ്മള് ഫിസിക്കൽ സ്പേസ് കുറഞ്ഞല്ലോ. അതെ, ഫിസിക്കൽ സ്പേസിനോട് ആൾക്കാർക്ക് ഭ്രമമില്ലാതായി. അപ്പൊ അതിനൊരു വിർച്വൽ സ്പേസോ അല്ലെങ്കിൽ സൈബർ സ്പേസിലൊക്കെയാണ് നമ്മുടെ ഒരു ആ ഇടങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളെ കണ്ണ് എനിക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ എക്സ്പ്രഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ഓരോ ഭാവങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കരമാണ്. അത് എനിക്കറിയില്ല, അത് എവിടെയൊക്കെ നമുക്ക് ലൂസ് ആയിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. അപ്പൊ ഞാൻ എപ്പോഴും അതിലെ വിശ്വസിക്കുന്നു. കാരണം കൂടിച്ചേരല് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ടായിരിക്കാം, പക്ഷെ അതെന്നെ എനർജൈസ് ചെയ്യും. ഒരു കൂട്ടം കൂടി ഇരുന്ന് ഉണ്ടാകുന്ന സംസാരവും ചിരിയും ബഹളവും ഒക്കെ എന്നെ ഭയങ്കര എനർജി ബൂസ്റ്റ് ചെയ്യും. സോ കണ്ടിന്യൂ യുവർ റൈറ്റിംഗ് ജേർണി. നോവൽ തുടങ്ങൂ. അവരാണ്. താങ്ക് യു സോ മച്ച്.